യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശങ്കർ സംവിധാനം ചെയ്യുന്ന റാം ചരൺ നായകനായി വരുന്ന ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. 2.5 മിനിറ്റിൻ്റെ ട്രെയിലർ. തമിഴാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കിയാറ അഡ്വാനി ഉണ്ട്, തമ്മനാണ് മ്യൂസിക്. റാം ചരണിൻ്റെ RRR. അതിനുശേഷം വേറെ ഏതോ ഒരെണ്ണം ഉണ്ടായിരുന്നില്ലേ, ആചാര്യയെ ഏതോ ഒരു തൊലി ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടില്ല. RRR ഞാൻ അതിന് മുമ്പ് കണ്ടത്, 2 കൊല്ലം മുമ്പ് കണ്ട പടം. അതിനുശേഷം 2.5 കൊല്ലമായി, 3 കൊല്ലം ആവാറായി. അതിന് ശേഷമുള്ള പടം ട്രെയിലർ കണ്ടു നോക്കാം. ശങ്കറാണ് പണിയിരിക്കുന്നത്. ഇതുവരെയുള്ള റിപ്പോർട്ടും പാട്ടിൻ്റെ വീഡിയോ, ടീസർ തുടങ്ങിയ സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ഒരു കൊടൂര അപരാധം 2025 തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കി വെക്കാനുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏർലി മോർണിംഗ് ഷോ ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി ആ ഷോയ്ക്ക് പോകാതിരിക്കാനായിരിക്കും നോക്കുക. ഇനി എനിക്ക് വയ്യടേ, പുതിയ വർഷം ഒരു മാസം കഴിയട്ടെ, എന്നിട്ട് അവരതൊക്കെ കണ്ടു തുടങ്ങാം. ஒரே ஒரு கவலத்தை வேண்டான்னு விட்டுட்டா பெருசா அதுக்கு எந்த நஷ்டமும் வராது. ஆனா அது லட்சக்கணக்கான எறும்புகளுக்கு ஆகாரம். நான் உங்ககிட்ட கேட்கறதெல்லாம் அந்த ஒரு கவலை மட்டும்தான். கலெக்டருக்கு பசி வந்துடுச்சா, ஒரு கவலை சோறு கேட்கிறாருப்பா. ഗ്ലോബൽ സ്റ്റാർ റാം ചരൺ. രണ്ട്, മൂന്ന്, 4. எங்கள் கட்சி சாதிப்பதற்குத்தான். എത്ര ആളാണ്, എത്ര പേരുണ്ട് ഈ പടത്തിൽ? நான் சைடு சத்தியம், ஆளு ஸ்ட்ரெயிட் போவச்சு, பாடி மட்டும் தான் சைடுல போகும். யாராவது உங்க பொட்டாட்டிய கொஞ்சம் செகண்ட் முத்து முத்து பார்த்தா நீங்க பெற்றுவீங்க. கண்ணிலே ஒரு செகண்டுக்கு மேல பார்க்க சகிக்காதீங்க. உங்களுக்கு எனக்கு செட் ஆகாது. ஒரு நல்லது நடக்கணும்னா வருஷக்கணக்கா காத்துட்டு இருக்க வேண்டியதா இருக்கு. ஒத்துக்கோ மாமா. ഇത് എത്ര തലമുറയല്ലേ കാണിക്കുന്നത്, എനിക്ക് മനസ്സിലാവും കേട്ടോ. അമ്പോ സെറ്റൊക്കെ ഇട്ടവന. ഓ മച്ചാൻ വേറെ നിൽക്കില്ലേ, വേറാനുണ്ട്. നമ്മളെ മറ്റേ എല്ലാവരും ഉണ്ടല്ലോ, സമുദ്രം. Have a blast. புரியுதுல, எழுதி கொடுறா. 4 തലമുറ. சாருக்கு சார் டாக்கடா. என்ன பண்றான்டா அவன்? Unpredictable. പത്താം തീയതി തന്നെ റിലീസ് ഉണ്ടടേ, ഞാൻ നോക്കട്ടെ. അന്ന് തന്നെ കാണി ഞാൻ, എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ രാവിലെ തന്നെ അപ്പോഴത്തെ മൂടനുസരിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ പോയി ഇരിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല. കാരണം ശങ്കർ അണ്ണൻ്റെ ഇന്ത്യൻ ടൂവിന് പോയിരുന്നപ്പോൾ തന്നെ മതിയായതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടത്. നോക്കാം, കണ്ടു നോക്കാടേ, അല്ല എന്ത് പറയും. എന്നാലും 4 തലമുറ, 3 തലമുറ, എത്ര തലമുറ ഉണ്ട് ഇതിൽ എനിക്ക് മനസ്സിലാകുന്നുള്ളത്. എന്തോ ഫ്രീഡം ഫൈറ്റിൻ്റെ ഒരു സാധനം പോലെ കാണിക്കുന്നുണ്ട്, കളക്ടറായിട്ട് ഒരു മച്ചാനെ കാണിക്കുന്നുണ്ട്. ഇതല്ലാതെ താടിയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ കിയാറ അഡ്വാനിൻ്റെ ഒക്കെ ഒപ്പം നടക്കണ ഒരുത്തനെ കാണിക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ല, പുടിയല്ലേ. ആരെങ്കിലും അത് പറഞ്ഞാ